പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിവിശേഷപ്പെട്ട ഒരു ഫലനിരൂപണ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അസുരഗുരുവായ ശ്രീ ശുക്രാചാര്യർ തയ്യാറാക്കിയ താംബൂല ഗണപതി ചതുരം എന്ന അത്ഭുത പ്രവചന രീതിയാണിത്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനെ നമുക്ക് സാമ്പത്തികമെന്നും സാമ്പത്തികേതരമെന്നും രണ്ടായി തരംതിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടവ തൊഴിൽ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, വസ്തു വിൽക്കാൻ കഴിയാതെ പോവുക, രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുക, വീട്, വാഹനം, കല്യാണം മുതലായവയുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, ശത്രുദോഷങ്ങൾ, ബാധാദോഷങ്ങൾ, നഷ്ടപ്പെട്ട മുതൽ തിരികെ ലഭിക്കാതിരിക്കുക മുതലായവയൊക്കെയാണ്. സാമ്പത്തികേതരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇതിൽ നേരിട്ടല്ലെങ്കിലും അല്ലാതെ ചില സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടായെന്നും വന്നേക്കാം. വിവാഹം നടക്കാതെ പോവുക, പരീക്ഷാ വിജയം, പ്രണയ വിജയം, രോഗശമനം, ദാമ്പത്യ ബന്ധത്തിലെ പൊരുത്തക്കേടുകൾ മാറുക, എവിടെയും നമുക്ക് അംഗീകാരങ്ങൾ കിട്ടുക, ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം നടക്കുക മുതലായവയൊക്കെയാണ്. ഇനി നമുക്ക് ശ്രീ ശുക്രാചാര്യർ തയ്യാറാക്കിയ താംബൂല ഗണപതി ചതുരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് വിശേഷപ്പെട്ട അത്ഭുത സിദ്ധികളുള്ള താംബൂല ഗണപതി ചതുരം. ഇതില് 2 ഗണപതികളെ നമുക്ക് കാണാവുന്നതാണ്. ഒരു വെളുത്ത ഗണപതിയും ഒരു കറുത്ത ഗണപതിയും. അപ്പോൾ ഇതിൽ കാണുന്ന 2 ഗണപതി രൂപങ്ങളെയും മനസ്സിൽ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. കണ്ണടച്ച് വേണം പ്രാർത്ഥിക്കാൻ കേട്ടോ. കണ്ണടച്ച് നന്നായിട്ട് ഗണപതിയെ പ്രാർത്ഥിക്കുക. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് പ്രശ്നം വേണമെങ്കിലും നമുക്ക് ഗണപതിക്ക് മുന്നിൽ പറയാവുന്നതാണ്. നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമവും നിങ്ങൾ ഭഗവാനോട് പറഞ്ഞോളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഭഗവാന്റെ ചിത്രത്തിനെ നോക്കി നന്നായിട്ട് പ്രാർത്ഥിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഒരു 5 ബെല്ല് തരുന്നതാണ്. ആ ഒരു ഇടവേളയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും 5 തവണ പറയാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദുഃഖം ഇങ്ങനെ എല്ലാം മാറി മാറി ഒരു തവണ ഒരു ദുഃഖം പറഞ്ഞിട്ട് അടുത്ത തവണ മാറ്റി മാറ്റി പറയരുത്. നിങ്ങൾക്ക് ഏത് പ്രശ്നമാണോ നിങ്ങളെ ഏറ്റവും അധികം അലട്ടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് പ്രശ്നത്തിനാണോ ആദ്യം തന്നെ പരിഹാരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്, ആ പ്രശ്നത്തെ തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. അത് 2ാമത്തെ ബെല്ലടിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അത് പറയാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ 5 തവണ പറയാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തന്നെ കണ്ണടച്ച് മനസ്സ് ഏകാഗ്രമാക്കി വച്ചിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഉള്ളിൽ 2 ഗണപതി രൂപങ്ങളും മാറി മാറി തെളിഞ്ഞു വരട്ടെ. ഉൾക്കണ്ണുകൊണ്ട് നിങ്ങൾ 2 ഗണപതി രൂപങ്ങളെയും ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ ഈ ദുഃഖങ്ങളെല്ലാം അങ്ങോട്ട് നിങ്ങൾക്ക് ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബെല്ല് തരാൻ പോവുകയാണ്. 5 ബെല്ലുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഏകാഗ്രമായി നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പറയാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തുറന്ന് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ണടച്ച് ഏകാഗ്രതമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് കണ്ണ് തുറന്നോളൂ. ശേഷം ഫുൾ സ്ക്രീനിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രീനിൽ നമ്മൾ 2 ഗണപതിയെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് ക്ലോക്ക് വേസിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 3 തവണ ചുറ്റിക്കുക. ശേഷം കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ 2-ൽ ഒരു ഗണപതിയെ തൊടുക. നിങ്ങളുടെ മോതിരവിരൽ കൊണ്ടാണ് ഇത് തൊടേണ്ടത്. തൊട്ട് കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഏത് ഗണപതിയാണ് തൊട്ടിട്ടുള്ളതെന്ന്. ഇനി നിങ്ങൾ തൊടുമ്പോൾ 2-ലും അല്ലാതെ മധ്യഭാഗത്തുള്ള ആണ് തൊടുന്നതെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ്. അതും കണ്ണടച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഒരു ദിവസത്തിൽ 2-ലധികം പ്രാവശ്യം നമുക്കിത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്തതാണ്. അപ്പോൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായില്ല എങ്കിൽ ഒരു തവണ കൂടി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് ഗണപതിയാണോ നിങ്ങൾ തൊടുന്നത് ആ ഗണപതി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. ഈ ദിവസം നിങ്ങൾ 2 തവണ ചെയ്തിട്ടും നിങ്ങൾക്ക് ശരിയായിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്കതിനുള്ള അവസരമല്ല, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനുള്ള സമയമല്ല എന്ന് മനസ്സിലാക്കണം. അടുത്ത ദിവസം നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഗണപതിയെ തൊടേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മന്ത്രം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആ മന്ത്രം ചൊല്ലിയിട്ട് വേണം നിങ്ങളിത് കൈ 3 പ്രാവശ്യം വലം വെച്ച് ഗണപതിയെ തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മന്ത്രം ഇങ്ങനെയാണ്: ഓം ശുക്രാചാര്യോ താംബൂല ഗണപതി പ്രശ്നപരിഹാരം നിവർത്തയ നിവർത്തയ. ശേഷം മോതിരവിരലുകൊണ്ട് കണ്ണടച്ച് നിങ്ങൾക്ക് ഗണപതിയെ രൂപങ്ങളിലെ ഒന്നിനെ സ്പർശിക്കാവുന്നതാണ്. അപ്പോൾ തൊട്ട് കഴിഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് കണ്ണ് തുറക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തൊട്ടത് വെളുത്ത ഗണപതിയെയാണ്, അതായത് വൈഷ്ണവ ഗണപതിയെയാണ് എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണ് വൈഷ്ണവ ഗണപതി ഫലം കൃത്യമായിട്ട് തരുന്നത്. നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും സങ്കടത്തെ മുൻനിർത്തിയാണ് സങ്കടം പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന പരിഹാരങ്ങൾ കേൾക്കാം. അതല്ല, നിങ്ങൾ സാമ്പത്തികപരമായുള്ള പ്രശ്നമല്ല പറഞ്ഞതെങ്കിൽ വീഡിയോ ഒരിക്കൽ കൂടി കാണേണ്ടതാണ്. ഒന്നുകൂടി ഇതുവരെയുള്ള ഭാഗം പ്ലേ ചെയ്തിട്ട് ഇതുവരെ ചെയ്ത രീതി അറിയാമല്ലോ. 5 ബെല്ല് തന്നു. 5 ബെല്ലിൽ നിങ്ങളുടെ വിഷമം ദുഃഖങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇതുവരെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ശേഷം കണ്ണടച്ചുകൊണ്ട് ഗണപതിയെ സ്പർശിക്കുക. കറുത്ത ഗണപതിയെ ആണ് നിങ്ങൾ തൊടുന്നതെങ്കിൽ നിങ്ങളുടെ പ്രശ്നപരിഹാരം ഇന്ന് നിവർത്തിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെയുള്ള പരിഹാരങ്ങൾ ഗണപതി പറഞ്ഞു തരുമെന്നാണ്. അഥവാ നിങ്ങൾ വീണ്ടും ചെയ്തിട്ടും വെളുത്ത ഗണപതിയെ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ പ്രശ്നപരിഹാരം നടക്കില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. നാളെ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരത്തിനായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെളുത്ത ഗണപതിയെ തൊട്ടവർക്കുള്ള പരിഹാരമാണ് ഞാനിനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് തൊട്ടത് വെളുത്ത ഗണപതിയെ ആണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം വൈകൽ ഉണ്ടാകും എന്നാണ് ഗണപതി പറയുന്നത്. എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ശുക്രാചാര്യർ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പരിഹാര മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 5 ഒറ്റ രൂപ നാണയങ്ങൾ എടുക്കുക. അത് വലത് കൈയിൽ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് നന്നായി ഗണപതിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ദിവസമോ അതല്ലെങ്കിൽ അടുത്ത ദിവസമോ തൊട്ടടുത്ത ദിവസമോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഗണപതിയുടെ നടയിലുള്ള ഭണ്ഡാരത്തിൽ
ഭണ്ഡാരപ്പെട്ടി ഉണ്ടല്ലോ, അതിൽ നിങ്ങളിത് നിക്ഷേപിക്കുക. ഒരു കാരണവശാലും നിങ്ങളത് ക്ഷേത്ര മേൽശാന്തിക്ക് തട്ടത്തിൽ നമ്മൾ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദക്ഷിണ കൊടുക്കുമല്ലോ, അതിൽ ഇതിടരുത്. ഭണ്ഡാരത്തിൽ മാത്രം സമർപ്പിക്കുക. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിശയകരമായിരിക്കും. 41 ദിവസം തൊട്ട് 104 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായിരിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരാൾ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നതോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്രോതസ്സിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സഹായം വന്നു ചേരുന്നതായിരിക്കും. ഇനി നിങ്ങൾ വിദേശത്തോ മറ്റോ ഉള്ള ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി തൊട്ടടുത്തൊന്നും ഒരു ക്ഷേത്രങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ 5 ഒറ്റ രൂപ നാണയങ്ങൾ, വിദേശ നാണയം തന്നെ എടുക്കാം കേട്ടോ, ഓരോ രൂപ നാണയം അവിടുത്തെ ഉണ്ടാവുമല്ലോ, അത് തന്നെ 5 എണ്ണം എടുക്കുക. അത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒഴുക്ക് വെള്ളത്തിലോ മറ്റോ നിമഞ്ജനം ചെയ്യാവുന്നതാണ്, നിക്ഷേപിക്കാവുന്നതാണ്. കടലിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏത് ജലസ്രോതസ്സുകൾ ഏതാണോ ഉള്ളത് അവിടെ നിങ്ങൾക്കിത് നിക്ഷേപിക്കാം. ഇനി അതിനും സാധിക്കാത്ത ഒരു രീതിയാണ് എങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഈ 5 ഒറ്റ രൂപ നാണയങ്ങൾ നിങ്ങളെടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എന്ത് കാര്യത്തിന് എന്ത് വിഷയത്തിനാണ് ഇതെന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പൂജാ റൂമൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഇതൊക്കെ കാണുമല്ലോ, അപ്പോൾ ആ ഭാഗത്ത് ഇത് സൂക്ഷിച്ചു വെക്കുക. നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ ഇത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ വേറൊരു കാര്യത്തിനായിട്ടും ഇത് എടുത്തു കളയരുത്. ഈ ഒരു വിഷയത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റാതെ തന്നെ അത് സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ പ്രശ്നപരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. ഇനി നിങ്ങൾ കർത്തഗണപതിയാണ് തൊട്ടതെങ്കിൽ, കർത്തഗണപതി എന്ന് പറയുന്നത് ശൈവ ഗണപതിയായിട്ടാണ് കണക്കാക്കുന്നത്. ശൈവ ഗണപതി നിങ്ങളുടെ സങ്കട നിവർത്തിക്കായിട്ട് ഒരു മാർഗം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെറ്റില എടുത്തിട്ട് അതിൽ ഗണപതി എന്ന് എഴുതി അതിൽ 1 ഒറ്റ രൂപ നാണയം വെക്കണം. ഈ നാണയം പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഗണപതി നടയിലുള്ള ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ മാറുന്നതിനുള്ള മാർഗങ്ങൾ ഭഗവാൻ ഒട്ടും വൈകാതെ തന്നെ കാട്ടിത്തരുന്നതായിരിക്കും. ഇതും ഞാൻ മേൽപ്പറഞ്ഞതുപോലെ തന്നെ വിദേശത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള വെറ്റില ഒന്നും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഇല എടുക്കുക. ആ ഇലയിൽ ഗണപതി എന്ന് എഴുതിയിട്ട് ആ ഇലയിൽ 1 രൂപ നാണയം വയ്ക്കുക. ഇത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഒരു ജലാശയത്തിൽ, കടലിലോ മറ്റോ ഒഴുക്കാവുന്നതാണ്. ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ആ ഇലയോടൊപ്പം തന്നെ ഒരു പേപ്പറിൽ വെച്ച് മടക്കി നിങ്ങളുടെ പൂജാ റൂമിൽ സൂക്ഷിക്കുക. നാട്ടിൽ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഗണപതി നടയിൽ ഭണ്ഡാരത്തിൽ ഇത് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നപരിഹാരം ഗണപതി തീർച്ചയായിട്ടും ഉണ്ടാക്കി തരുന്നതായിരിക്കും. പിന്നെ ജലാശയങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിദേശത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ജലാശയത്തിൽ, ചിലപ്പോൾ അവിടെയൊന്നും നമ്മളൊന്നും നിക്ഷേപിക്കാൻ പാടില്ലായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോയി നിങ്ങൾ നിക്ഷേപിച്ച് കളയരുത്. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ അത്തരം വിഷയങ്ങളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇത് സമർപ്പിച്ചാലും മതിയാവും. അതിനായിട്ട് മാറ്റി വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ ഒരു കാര്യത്തിന് അത് ആ രൂപ എടുക്കാതിരിക്കുക. അപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മാന്ത്രിക ചതുരമാണ് നമ്മളിപ്പോൾ കണ്ട താമ്പൂല ഗണപതി ചതുരം. ഒട്ടേറെ പേര് പരീക്ഷിച്ച് വളരെ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു രീതിയാണിത്. നിങ്ങൾ പണ്ടത്തെ പഞ്ചാംഗങ്ങളൊക്കെ, ഒരു കാക്കയുടെ ചിത്രമൊക്കെ ഉള്ളൊരു പഴയ പഞ്ചാംഗം, ഒരു മഞ്ഞ പഞ്ചാംഗമൊക്കെ ഉണ്ട്. ആ പഞ്ചാംഗത്തിലൊക്കെ ഈ ഒരു ഗണപതി ചതുരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലർക്കും ഇത് പരീക്ഷിച്ച് മികച്ചതായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അത്രയും ഫേമസ് ആയിട്ടുള്ള രീതിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഗുണാനുഭവങ്ങൾ തന്നെ നൽകുന്നതായിരിക്കും. വിഘ്നവിനായകനെ ശുക്രാചാര്യർ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള താന്ത്രിക സംഹിതയിൽ നിലനിർത്തി തയ്യാറാക്കിയിട്ടുള്ള ഒരു ചതുരമാണിത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ചൈതന്യവും ഊർജവും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടങ്ങൾ ഏതായാലും അത്
ഈ കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് പറയുക. എന്നാലാകുന്ന വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. ഒരു താന്ത്രിക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്, അതിന് പരിഹാരം ഭഗവാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും ശ്രമിക്കാം. അതെനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകട്ടെ. അതിനായിട്ട് ശ്രീ വിഘ്നവിനായകൻ അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് കുറച്ചൊരു സമയം കണ്ടെത്തുക കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.